SDPI എന്ന് പറഞ്ഞ ഒരു ലോക മഹാജനാധിപത്യ പാർട്ടിയുണ്ട്. ആ പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അത് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷം പാർട്ടി ഒന്നുകൂടി ഗുരുതരമായിട്ട് ആലോചിച്ച് ഘടകകക്ഷികളോടും കൂടി ആലോചിച്ച് ഇവരുടെ പിന്തുണ സ്വീകരിക്കുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചു. VD സതീശനാണ് പ്രഖ്യാപിച്ചത്. സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പ്രഖ്യാപനം വേണമെങ്കിലും നടത്താം. SDPIക്കാരുടെ പുറകെ പോയി അവരുടെ പിന്തുണ അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥികളെ നമുക്കറിയാം. ഇടതുപക്ഷത്തുള്ളവരുമുണ്ട്, വലതുപക്ഷത്തുള്ളവരുമുണ്ട്, പ്രത്യേകിച്ച് പക്ഷമില്ലാത്തവരുമുണ്ട്. കാരണം SDPIയുടെ ആയാലും വേണ്ടില്ല, 10 വോട്ടാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. പിന്നെ SDPI ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും അവർക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടത്താനുള്ള മെഷീനറി അവർക്കുണ്ട്. അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് ഇവരെ വെറുപ്പിക്കാൻ ആരും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് കൂടിയാണ് ഇവരുടെ വോട്ട് കിട്ടൽ മാത്രമല്ല, ഇവരെ വെറുപ്പിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും എന്ന് വിചാരിക്കുന്ന, അങ്ങനെ ഭയപ്പെടുന്ന കുറേ സ്ഥാനാർത്ഥികളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. അത് CPMലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്. അപ്പോൾ ഇവരൊക്കെ SDPIയുടെ പിന്തുണ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് SDPI സംസ്ഥാനത്ത് 20 സീറ്റിലും UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. അത് ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു. കോൺഗ്രസ്സുകാർ ആരും ഇവരുടെ പുറകെ പോയിട്ടില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പോയിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത്. ശരിയായിരിക്കും. അപ്പോൾ ഇത് ഈ നാടകം കഴിഞ്ഞ സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നു. കുറേ കാലം മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ അരങ്ങേറിയതാണ്. എൻ്റെ അന്നത്തെ നിയോജകമണ്ഡലം വടക്കേക്കരയാണ്, ഇപ്പോൾ ആലുവയാണ്. ഇപ്പോൾ വടക്കേക്കര എന്ന് പറഞ്ഞാൽ മണ്ഡലമില്ല. വടക്കേക്കരയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് പെരുമ്പാവൂർ. പെരുമ്പാവൂരും വടക്കേക്കരയും രണ്ടും അന്ന് മൂകുന്നപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ ചാലക്കുടി മണ്ഡലമാണ്. അപ്പോൾ ഈ പെരുമ്പാവൂർ മണ്ഡലത്തിലുണ്ടായ ഒരു രാഷ്ട്രീയ തമാശയാണ്. അബ്ദുൽ നാസർ മദനി എന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനിയെക്കുറിച്ച് നിങ്ങളൊക്കെ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ തീരെ അവശനായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം ICUവിലായിരുന്നു. അദ്ദേഹം ഒരു വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ISSനെ നിരോധിച്ചത്. അന്ന് നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി. അന്ന് അദ്ദേഹം ഒളിവിൽ പോയി. പിന്നീട് പോലീസിന് പിടികൊടുത്തു. പിന്നെ അദ്ദേഹം ജാമ്യത്തിലിറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ഒരു ഏപ്രിൽ 15 1994 പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അഥവാ PDP എന്ന് പറഞ്ഞൊരു പാർട്ടി രൂപീകരിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. സാമാന്യമായിട്ട് വോട്ട് പിടിച്ചു. അവർ പിടിച്ച വോട്ടിൻ്റെ ഫലമായിട്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തോറ്റുപോയി. സിനിമാ സംവിധായകനായ PT കുഞ്ഞുമുഹമ്മദ് ഗുരുവായൂരിൽ നിന്ന് വിജയിച്ചു. അതോടെ ഇദ്ദേഹത്തിന് വലിയ ഗ്ലാമറായി. ICS അബ്ദുൽ നാസർ മദനിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഏത് മത്സരവും ജയിക്കും എന്നൊരു തോന്നൽ ആളുകളുടെ ഇടയിലുണ്ട്, സ്ഥാനാർത്ഥികളുടെ ഇടയിലുണ്ട്. അത് കഴിഞ്ഞ് തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പ് വന്നു. AK ആൻ്റണി മത്സരിച്ച്. അവിടെയും PDP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. ആ സ്ഥാനാർത്ഥി കാര്യമായിട്ടൊന്നും പിടിച്ചില്ല. അത് കഴിഞ്ഞ് 96 പൊതു തെരഞ്ഞെടുപ്പ് വന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിലെ മാജിക് ഒന്നും പൊതു തെരഞ്ഞെടുപ്പിൽ നടക്കില്ല. പൊതു തെരഞ്ഞെടുപ്പിൽ കുറേ സ്ഥാനാർത്ഥികളെ PDP മത്സരിപ്പിച്ചു. അതിൽ കരുനാഗപ്പള്ളിയിൽ മാത്രമാണ് ഏതാണ്ട് 10,000 വോട്ട് അവരുടെ സ്ഥാനാർത്ഥി കിട്ടിയത്. ബാക്കി എല്ലായിടത്തും 1000-ൽ താഴെ വോട്ടുകളാണ് കിട്ടിയത്. PDPയുടെ കന്നി അംഗം പരമപരാജയമായിട്ട് അവസാനിച്ചു. എന്ന് കരുതി അബ്ദുൽ നാസർ മദനിയുടെ വീറിനോ വാശിക്കോ ശൗര്യത്തിനോ യാതൊരു കുറവും സംഭവിച്ചില്ല. അതിനുശേഷം അദ്ദേഹം മറ്റ് നേതാക്കളെയൊക്കെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കവേ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ തമിഴ്നാടിന് കൈമാറി. അദ്ദേഹം വളരെ കാലം പിന്നീട് ജയിൽവാസം അനുഭവിക്കുന്നു. അങ്ങനെ ജയിൽവാസം അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ 96 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു തമാശ, പെരുമ്പാവൂരിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. 96 പെരുമ്പാവൂർ മത്സരിച്ച് PP തങ്കച്ചനാണ്. തങ്കച്ചൻ മുതിർന്ന നേതാവാണ്, കോൺഗ്രസിൻ്റെ ഒരു തലയെടുപ്പുള്ള നേതാവാണ്, I ഗ്രൂപ്പുകാരനാണ്, DCC പ്രസിഡൻ്റായിരുന്നു. അതിനു മുമ്പ് പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു, ദീർഘകാല MLA ആയിരുന്നു, ഇടക്കാലത്ത് മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. ഇങ്ങനെ പല പദവികളും വഹിച്ച ആളാണ് അദ്ദേഹം. ഈ 96 തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ തോറ്റുപോയേക്കും എന്ന് തോന്നിയ സമയത്ത് ഈ PDPക്കാരുടെ പിന്തുണ അഭ്യർത്ഥിച്ചു. PDPക്ക് സ്വന്തം സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പോലും PDP അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ അബ്ദുൽ നാസർ മദനി പറഞ്ഞു, PP തങ്കച്ചൻ ജയിച്ചത് ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. അതന്ന് ആളുകൾ മറന്നുപോയി. തങ്കച്ചനും അതിനെ എതിർത്തും പറഞ്ഞില്ല, അനുകൂലിച്ചും പറഞ്ഞില്ല, കഴിഞ്ഞുപോയി. അത് കഴിഞ്ഞ് 2001 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തങ്കച്ചൻ വീണ്ടും പെരുമ്പാവൂർ മത്സരിക്കുകയാണ്. അന്ന് എറണാകുളം ജില്ലയിൽ തന്നെ കേരള സംസ്ഥാനത്ത് എമ്പാടും UDF തരംഗമാണ്. UDF 99 സീറ്റും ജയിച്ച തെരഞ്ഞെടുപ്പാണ്. പിന്നെ MA വാഹിദും കൂടി വന്നപ്പോൾ 100 സീറ്റായി. അങ്ങനെ 100 തികഞ്ഞ തെരഞ്ഞെടുപ്പിൽ
എറണാകുളം ജില്ലയിലുള്ള 14 മണ്ഡലങ്ങളിൽ 13 സ്ഥലത്തും UDF ജയിച്ചു. ഞങ്ങളുടെ വടക്കേക്കര മണ്ഡലത്തിലടക്കം, അത് തൊട്ടടുത്ത പറവൂർ മണ്ഡലത്തിലടക്കം. ഇത് രണ്ടുമാണ് കമ്മ്യൂണിസ്റ്റുകാർ മാർക്സിസ്റ്റുകാർ ജയിക്കുന്ന സീറ്റുകൾ, മാർക്സിസ്റ്റും CPIയും ജയിക്കുന്ന സീറ്റുകളാണ്. അവിടെ വരെ LDF തോറ്റ് UDF ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ PP തങ്കച്ചൻ തോറ്റുപോയി. തങ്കച്ചൻ എങ്ങനെ തോറ്റു എന്നുള്ളതാണ് ഞാനിപ്പോൾ അതിലേക്കാണ് വരുന്നത്. തങ്കച്ചനെ തോൽപ്പിച്ചത് ഈ PDPക്കാരാണ്. നിങ്ങൾ വിചാരിക്കും അദ്ദേഹത്തിന് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. അല്ല, അദ്ദേഹത്തെ അനുകൂലിച്ചു. പെരുമ്പാവൂർ ടൗണിൽ ഗാന്ധിജിയുടെ പ്രതിമ വച്ചേക്കുന്നതിൻ്റെ അടുത്ത് വലിയ അതിഭയാനകമായ ഒരു ബോർഡ് ഇവർ സ്ഥാപിച്ചു. അബ്ദുൽ നാസർ മദനി ഗർജിക്കുന്ന ഒരു പടമായിരുന്നു. അദ്ദേഹം വെറുതെ പ്രസംഗിക്കല്ല, ഗർജിക്കുന്ന വലിയ ഒരു പോസ്റ്റർ, ഒരു വലിയ ബോർഡ്. അതിൽ ആ ബോർഡിൻ്റെ ഒരു ഭാഗത്ത് PP തങ്കച്ചൻ്റെ ചെറിയ ഒരു പടം വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു: PDPയുടെ പിന്തുണയുള്ള UDF സ്ഥാനാർത്ഥി PP തങ്കച്ചന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. ഒരു കൈപ്പത്തി മറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ല ഒന്നാന്തരം മധുര മനോഹരമായ ഒരു പോസ്റ്റർ, ഒരു ബോർഡായിരുന്നു. പക്ഷേ കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ ഈ പെരുമ്പാവൂർ ടൗണിൽ പരമമൂരാച്ചികളായ ഒരുപാട് നായന്മാരും അതുപോലെ തന്നെ സവർണ ക്രിസ്ത്യാനികളുമുണ്ട്. അധികം പേരും ഈ യാക്കോബായ സുറിയാനി സഭക്കാരാണ്, ബാക്കിയുള്ളവർ കത്തോലിക്ക സുറിയാനിക്കാരുമാണ്. അപ്പോൾ ഈ സവർണർക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അധികാരം അവർണർക്ക് എന്ന് പ്രഖ്യാപിച്ച ആളാണ് അബ്ദുൽ നാസർ മദനി. പിന്നെ ഇപ്പോൾ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ പരിപാടികൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തിയിട്ടാണ് അദ്ദേഹത്തെ കോയമ്പത്തൂർ ജയിലിൽ തന്നെ അടച്ചത്. പിന്നെ തെളിവില്ലാത്തതുകൊണ്ട് പുള്ളിയെ വെറുതെ വിട്ടു, അത് വേറെ കാര്യം. ഏതായാലും ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തിക്കൊണ്ട് കോയമ്പത്തൂർ ജയിലിൽ കഴിയുന്ന മദനിയുടെ പടം പെരുമ്പാവൂരുള്ള സവർണ മൂരാച്ചികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. തങ്കച്ചൻ്റെ സമുദായക്കാർക്ക് അടക്കം ഇഷ്ടപ്പെട്ടില്ല. അവരുടെ സ്ഥാനാർത്ഥിയായിട്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇദ്ദേഹം മത്സരിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ശരിയായ ധാരണ പെരുമ്പാവൂർക്കാരുടെ ഹൃദയത്തിൽ വേരൂടി. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി സംഘടിച്ച് തങ്കച്ചൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അത് സാജു പോൾ എന്ന് പറഞ്ഞ CPM കാരനാണ്. CPM കാരനാണെങ്കിലും മര്യാദക്കാരനായ ആ ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് സാജു പോൾ. അദ്ദേഹത്തിന് വോട്ട് ചെയ്തു, അദ്ദേഹം വിജയിച്ചു. തങ്കച്ചൻ തോറ്റുപോയി. ഇത് പിന്നീട് ഒരിക്കൽ ഞാൻ നമ്മുടെ ഇന്ത്യ വിഷൻ ചാനലിലുള്ള കാലത്ത് ഇന്ത്യ വിഷനിൽ പറഞ്ഞു, PP തങ്കച്ചനെ തോൽപ്പിച്ചത് ഈ PDPക്കാർ വച്ച ഒരു പോസ്റ്ററാണ്. അത് കണ്ടവരാരും അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ച ആളുകൾ പോലും എതിർ സ്ഥാനാർത്ഥിക്ക് അറിയാതെ വോട്ട് ചെയ്ത് പോകും. അത്ര ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞ് അത് എയറിൽ പോയി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തങ്കച്ചൻ ചേട്ടൻ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞാൽ എൻ്റെ പൊന്ന് വാക്കിയല്ലേ, അത് വളരെ ശരിയാണ്, അവൻ്റെ ഒറ്റ പോസ്റ്റാണ് എന്നെ തോൽപ്പിച്ചത് എന്ന് പറഞ്ഞു. സത്യത്തിലുണ്ടായ കാര്യമാണ്. അപ്പോൾ ഈ തീവ്രവാദ സംഘടനക്കാരുടെയൊക്കെ വോട്ട് മേടിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഈ കാര്യം ഉണ്ടായിരിക്കണം. അവരെ ഇന്ന് 10 വോട്ട് മേടിക്കുമ്പോൾ നിങ്ങൾ 20 വോട്ട് മറ്റു വിധത്തിൽ നഷ്ടപ്പെട്ടു. SDPI പിന്തുണയ്ക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കോൺഗ്രസ്സിന് അന്യത കിട്ടുമായിരുന്ന ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകും. ഒരു സംശയവും വേണ്ട. SDPIക്കാർ വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് നടത്തുന്നതെന്ന് അവർക്കറിയാം, പക്ഷെ നമുക്കറിയില്ല, നാട്ടുകാർക്കറിയില്ല. നാട്ടുകാർ വിചാരിക്കുന്നത് ഇവർ തീവ്രവാദികളാണ്, ഇവർ രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടി നടക്കുന്നവരാണ്, വിധ്വംസക പ്രവർത്തനം നടത്തുന്നവരാണ്. ഇവരുടെ ഹോബി ആളുകളുടെ കൈ വെട്ടുക, കാല് വെട്ടുക, കഴുത്ത് വെട്ടുക, പിന്നെ രാജ്യദ്രോഹകരമായ പ്രവൃത്തികൾ ചെയ്യുക, അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ എന്ന് പോലുള്ള ഭീഷണമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുക, ഇതൊക്കെയാണെന്നാണ്. സത്യത്തിൽ ഇവരങ്ങനെയല്ല, ഇവർ വളരെ പച്ച പാവങ്ങളാണെന്നും ഫാസിസത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് ഇവർ നടത്തുന്നതെന്നും നമുക്കറിയാം, പക്ഷേ ആ നാട്ടുകാർക്കറിയില്ല. അതുകൊണ്ട് തങ്കച്ചൻ ചേട്ടന് പറ്റിയ പോലത്തെ പറ്റാതിരിക്കാനായിട്ട് തങ്കച്ചൻ ചേട്ടനായി പിന്നെ നിയമസഭ കണ്ടിട്ടില്ല കേട്ടോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കുന്നത്ത് കണ്ട് മത്സരിച്ച് അവിടെയും തോറ്റു. അതുകൊണ്ട് ഈ പുള്ളി പാർലമെൻ്ററി ജീവിതം അവസാനിപ്പിച്ചു. ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അതിനപ്പുറത്ത് പുള്ളിയുടെ കുറിച്ചൊന്നും കേൾക്കാറില്ല, തീരെ സുഖമില്ലാതിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ദുരനുഭവം അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് കോൺഗ്രസ്സിനാണെങ്കിലും ഏത് പാർട്ടിക്കാണെങ്കിലും ഇതുപോലുള്ള സംഘടനകളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നുന്നു. അതാണ് ഈ കഥയുടെ ഗുണപാഠം. ഏത് കഥയ്ക്ക് ഒരു ഗുണപാഠം വേണമല്ലോ. ഈ ഗുണപാഠം ഇതാണ്. ഈ PDPയുടെ ആണെങ്കിലും ശരിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആണെങ്കിലും ശരിയാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ചും ശരിയാണ്. അവരുടെ കയ്യിൽ നിന്ന് 10 വോട്ട് കിട്ടാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അന്യത കിട്ടേണ്ട വളരെയധികം വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇനി ഇത് കേട്ടിട്ട് മനസ്സിലാവാത്തവർക്ക് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.